ബോട്ട് എയർഡോപ്സ് ആറ്റം 83 ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്താൻ പോവാണ്. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ. അതിപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഈ ഒരു റേറ്റിന് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പെക് വൈസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. ഉറപ്പായിട്ടും ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ വാങ്ങിച്ചിട്ട് ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഗ്രീൻ വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടി വരും. കാരണം ഫ്ലിപ്കാർട്ടിൽ അതില്ല. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാലും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലും അതല്ല ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് 2 ദിവസത്തിനുള്ളിൽ എത്തുമ്പോഴത്തേക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3-4 ദിവസം എടുക്കും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ എന്നുള്ള വാശി പിടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. ഗ്രീൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയിട്ട് അങ്ങോട്ട് വാങ്ങിക്കുക. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ കേസൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്, അതിലൊന്നും വേറൊരു സംശയമില്ല. ആറ്റം 81 ആക്ച്വലി ആമസോണിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നത് ഹാഫ് ഇൻ ഇയർ ആയിരുന്നു. ഞാൻ ഈ ഒരു 83 വരുന്നെന്ന് കേട്ടപ്പോഴത്തേക്ക് തന്നെ ഞാനത് ഹാഫ് ഇൻ ഇയർ, നമ്മുടെ 81 സെയിം സാധനം ഇവിടെ ഇങ്ങോട്ട് ഫ്ലിപ്കാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പേര് മാറ്റുന്ന വിചാരിച്ചത്. പക്ഷേ ഫോട്ടോയും ഇതൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് സംഭവം ഹാഫ് ഇൻ ഇയർ അല്ല, ഇൻ ഇയർ ആണ്. എന്തായാലും 83നെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ 320 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു കേസ് ആണ് ഇതിൽ കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അപ് ടു 50 hours ആണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. 2 hours 100% ചാർജ് ആകാനായിട്ട് 5V2A തന്നെയാണ്, ഉറപ്പാണ്. അത് തന്നെയായിരിക്കും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ, അതായത് 10 wattsൻ്റെത്. കൂടാതെ SAP ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 5 minutes ചാർജ് കഴിഞ്ഞാൽ 60 മിനിറ്റും, അതായത് 1 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. കൂടാതെ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ള എല്ലാ ബോട്ടിന്റെ ഇയർബഡുകളിലും ഉള്ളതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റാ വേക്ക് ആൻഡ് പേ ടെക്നോളജി, ഏത് ഡിവൈസിലാണോ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവുന്നതാണ്. ഇനി ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രസമുണ്ട്. ബാക്കിൽ ആ ഒരു ടച്ച് സെൻസറിന്റെ അടുത്തുള്ള ആ ഒരു ഗ്രേഡിയൻ ടെക്സ്ചറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻറ്റയർലി ഡിഫറെന്റ് ആണ് മറ്റുള്ള എന്താ പറയുക ബോട്ടിന്റെ ഇയർബഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ എനിക്കിത് എവിടെയോ ഒരു ബോട്ട് എയർഡോപ്സ് 121 ഉണ്ടല്ലോ, 121 Pro, ആ ഒരു ലുക്ക് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രേഡിയൻ ടെക്സ്ചർ മാത്രം അവിടെ ബോട്ടിന്റെ ലോഗോ ആയിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഗ്രേഡിയൻ ടെക്സ്ചർ അത് മാത്രമാണ് വ്യത്യാസം കണക്ക് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൈ കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് പറയാനും പറ്റത്തുള്ളൂ കേട്ടോ. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. 13mm ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിരിക്കും ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ബേസ് ഒക്കെ ഡോമിനേറ്റഡ് ആയിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും അതും മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ഗെയിം, ലോ ലേറ്റൻസി ഏതാണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് സാധനം അങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. 35 mAh ഇതാണ് കേട്ടോ ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. പക്ഷേ എത്ര മണിക്കൂറാണ് നമുക്ക് ആ ഒരു സിംഗിൾ പ്ലേ ടൈം എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 7 to 8 hours കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 mAh ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത ബോട്ട് ഇമ്മോർട്ടൽ 121-ൽ. 40 mAh അതിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു 35 mAh ഉറപ്പായിട്ടും ഒരു 8 hours കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തായാലും ഇതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബോട്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 60% നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ബോട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ബാറ്ററി പ്ലേ ടൈം കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന കണക്കൊക്കെ ഇരിക്കും. ക്വാഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഓരോ ഇയർബഡുകളിലും 2 മൈക്ക് വീതമുണ്ട്. ഭയങ്കര മൈക്ക് ക്വാളിറ്റി ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇതുവരെയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ക്വാഡ് മൈക്കുള്ള എന്താ പറയുക ഇയർബഡുകളിലും എനിക്ക് ഭയങ്കര ഒരു പെർഫോമൻസ് കിട്ടില്ല. പിന്നെ പൊതുവെ ബജറ്റ് ഇയർഫോണുകളിലൊക്കെ തന്നെ ഈ ഒരു ആവറേജ് മൈക്ക് ക്വാളിറ്റി ആയിരിക്കും. റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 കുറച്ച് ബെറ്റർ ആണ്, 1500 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. സോ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ എനിക്ക് തോന്നുന്നു അതിലോട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. പിന്നെ ഇതും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിച്ചാലോ. എന്തായാലും അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂവിൽ ആ ഒരു സംഭവം മൈക്ക് ക്വാളിറ്റി ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 8 hours കമ്പനി പറഞ്ഞെങ്കിൽ അത് തന്നെ പക്കാ കിട്ടും, അതിലും വേറൊരു സംശയമില്ല. കൂടാതെ ആ ഒരു ബീസ്റ്റ് മോഡ് ഞാൻ പറഞ്ഞു ഓൾറെഡി 50 ms ലോ ലേറ്റൻസി മോഡ് ഇവിടെ ഉണ്ട്. സോ ഗെയിമേഴ്സിനും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. നിങ്ങളൊരു പ്രൊഫഷണൽ പ്ലെയർ ആണെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങളൊരു നോർമൽ അത്യാവശ്യം നല്ല കളിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കളിക്കാൻ പറ്റും. IPX5 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഹെവി റെയിനിൽ പോലും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അടിച്ചു പോകാനായിട്ട് ചാൻസസ് ഇല്ല. ഇനി നമ്മളിത് ഉപയോഗിച്ച് അടിച്ചു പോയാൽ തന്നെ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. ഇപ്പോൾ എല്ലാം ഓഫ്ലൈൻ സർവീസ് സെൻ്ററുകളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ നല്ല ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ചെറിയൊരു ഡ്രിസ്ലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉപയോഗിച്ചൊന്നും പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഹെവി റെയിൽ നമ്മൾ യൂസ് ചെയ്ത് ചാൻസ് എടുക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ പൈസ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും
എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ബോട്ട് എയർഡോപ്സ് ആറ്റം 83നെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് അവർ ഇതുവരെ അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു 12 മണി വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് അറിയാൻ പറ്റും. എന്തായാലും ഈ ഒരു സ്പെക് വൈസ് വെച്ച് നമുക്ക് ഉറപ്പായിട്ടും 1250 രൂപയ്ക്ക് വർത്ത് ബൈങ് എന്നുള്ളതിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. കാരണം 1500 രൂപയ്ക്കുള്ള ഒരു അല്ലെങ്കിൽ 1600 രൂപയ്ക്കുള്ള ഒരു സ്പെക് ഉണ്ട് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് 1290 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് 1500 അല്ലെങ്കിൽ 1600 പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, ലോ ലേറ്റൻസി ഒക്കെ തന്നെ ഉറപ്പായിട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്പെക് വൈസ് ഓക്കെ ആണെന്ന് വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഓക്കെ ആവണമെന്നില്ല. എന്തായാലും അത് നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ ഉണ്ടാകുന്ന ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റുകളും ഇൻസ്റ്റയിലുള്ള DeepZstore പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ വാച്ച് സ്ട്രാപ്പുകൾ, ഇയർബഡ് കേസസും അതുമൊക്കെ തന്നെ അതിനകത്ത് അവൈലബിൾ ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് ആ ഒരു സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ അതിനേക്കാളും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ സാധനം സ്റ്റോർ തന്നെയാണ് അത് DeepZstore എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് എയർഡോപ്സ് 83നെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.